കായിക ലോകത്തെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള സൈനിങ്ങുകൾ നടത്തുന്നതിൽ റയൽ മാഡ്രിഡിന്റെ ഫ്ലോറന്റീന പെരസിന് ചില പ്രത്യേക കഴിവുകളുണ്ട്. അവരുടെ ടീമിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊതുങ്ങുന്ന രീതിയിൽ അയാൾ പലരെയും റാഞ്ചിക്കൊണ്ട് ബെർണബ്യൂവിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്ലോറന്റീന പെരസിന് പിഴച്ചൊരു ദിവസമുണ്ട്. അയാളുടെ കണക്കുകൂട്ടലുകളെല്ലാം അമ്പേ തറപറ്റിയ ഒരു ദിവസം. കേവലം സൗന്ദര്യത്തെ മാത്രം നോക്കിക്കണ്ട് തന്റെ അടുക്കിലേക്ക് വന്ന ഒരു കളിക്കാരനെ മുഖത്തടിക്കും പോലെ നിരസിച്ചപ്പോൾ ആ കറുത്തവന്റെ പാദങ്ങളിൽ ഒളിഞ്ഞിരുന്ന മാന്ത്രികത പെരസിന് കാണാൻ കഴിഞ്ഞില്ല. അയാളെ നിരസിച്ച സമയം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും സ്വപ്നതുകക്കി ഡേവിഡ് ബെക്കാമിനെ റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ മാഡ്രിഡ് വലിച്ചെറിഞ്ഞ സ്വർണ്ണ നാണയത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ മറ്റു ചിലർ വീണു കിട്ടിയ അവസരം തന്ത്രപരമായി തന്നെ ഉപയോഗിച്ചു. അതെ, മാഡ്രിഡിന്റെ ബദ്ധവൈരിയായ ലാപ്പോർട്ടയുടെ സ്വന്തം ബാർസലോണ. ഡേവിഡ് ബെക്കാം മാഡ്രിഡിലെത്തിയ സമയം തന്നെ ബാർസലോണ ബ്രസീലുകാരനെ ടീമിലെത്തിക്കുന്നു. അന്ന് പരിഹാസപൂർവ്വം പെരസ് പറഞ്ഞൊരു വാക്കുണ്ട്: ഞങ്ങൾ ഡേവിഡ് ബെക്കാമിനെ സ്വന്തമാക്കി. ബാർസലോണ ഒരു വികൃതമായവനെയും. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് 10ാം നമ്പർ ജേഴ്സിയിലായിരുന്നു ബാർസലോണ അയാളെ വരവേറ്റിയത്. അയാൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ബാർസലോണക്കായുള്ള അയാളുടെ അരങ്ങേറ്റ മത്സരം തന്നെ ധാരാളമാണ്. സെവിയക്കെതിരെ നേടിയ ആദ്യ ഗോൾ കാറ്റാലിയൻ ആരാധകരെ മാത്രമല്ല അവരുടെ മാനേജ്മെന്റ് വരെ തലയിൽ കൈവച്ച് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മികവ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. പരിഹസിച്ചുകൊണ്ട് നിരസിച്ചവർക്കും അയാൾ കാത്തുവെച്ചിരുന്നു. പൊടി തട്ടാതെ മാറ്റിവെച്ച ഒരു പഴയ കണക്ക്. 2005 നവംബർ 18 മാഡ്രിഡിന്റെ സാന്റിയാഗോ ബെർണബ്യൂ എന്ന കോട്ടയിൽ വെച്ച് തന്നെ അവൻ ആ പഴയ കണക്ക് തീർത്തു. അന്ന് ലോകത്തിലെ ഏതൊരു ടീമും ഭയന്നിരുന്ന ഗലാക്ടിക്കോസ് എന്ന ഇതിഹാസങ്ങളെ പോലും തന്റെ നൃത്ത സമാനമായ കളിശൈലി കൊണ്ട് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഐതിഹാസികമായ 2 ഗോളുകളും നേടി. ആ കളിശൈലിയിൽ സ്വന്തം ടീമിനെ പോലും മറന്നുകൊണ്ട് കൈയടിച്ച മാഡ്രിഡ് ആരാധകരെ നോക്കി ഒരിക്കലെങ്കിലും ഫ്ലോറന്റീന പെരസ് ആലോചിച്ചിരിക്കണം. അയാളുടെ അഹന്തയിൽ നഷ്ടമായത് ഒരു വജ്രത്തെയാണെന്ന്. സാക്ഷാൽ ലയണൽ മെസ്സിക്ക് പോലും ആദ്യ ഗോളിന് അവസരം ഒരുക്കിയവൻ. അതെ, ഒട്ടും ഭംഗിയില്ലാതെ വികൃതമായ ഒരു കളിക്കാരൻ. എന്നാൽ കാൽപന്ത് കളിയുടെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ചെടുത്ത കളിക്കാരൻ. സാമ്പാ നൃത്ത ശൈലികൾ കൊണ്ടും തന്റേതായ സ്കിൽ മികവുകൾ കൊണ്ടും ഒരു കാലത്ത് ബ്രസീലിന്റെ എല്ലാമായ അവരുടെ സ്വന്തം മാന്ത്രികൻ റൊണാൾഡീനോ ഗൗച്ചോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഫോളോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരത്തെ സൈഡിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ലെറ്റ്സ് വൈൻഡ് അപ്പ്.